ലാലിഗയിൽ ബാർസലോണ 13 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഈ സീസണിന്റെ കണ്ടുപിടുത്തങ്ങൾ ലിസ്റ്റിലേക്ക് ആദ്യമേ എത്തുന്നൊരു പേരാണ് മാർക്ക് കെസാഡോ. ബാർസലോണ ബി ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ 21 വയസ്സുകാരൻ പക്ഷേ ഈ സീസണിലാണ് ആദ്യമായി ലാലിഗയിൽ ബാർസയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. സമീപകാലത്ത് ഒട്ടേറെ പ്രതിഭകൾ കൗമാരത്തിൽ തന്നെ നേടിയ അവസരം അല്പം വൈകിയാണ് വന്നതെങ്കിലും അതിന്റെ ഛേദമൊന്നും അയാളുടെ പ്രകടനങ്ങളിലില്ല. മാർക്ക് ബെർണാൾ എന്ന 17-കാരന് പുറകിൽ സീസൺ ആരംഭിച്ച കെസാഡോ ബെർണാളിന്റെ പരിക്കിന് ശേഷമാണ് സ്റ്റാർട്ടിൽ നിലവിലെത്തിയത്. വെറും 2 മത്സരം കൊണ്ട് ബുസിയെ ഓർമ്മിപ്പിക്കും വിധം സിംഗിൾ പിവോട്ട് റോൾ ഭംഗിയായി കൈകാര്യം ചെയ്ത ബെർണാൾ ഇത് തന്റെ സീസൺ ആണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന അവസരത്തിലാണ് അത്ലറ്റിക്കോ ബിൽബാവോയോടുള്ള മത്സരത്തിൽ അയാൾക്ക് പരിക്കേൽക്കുന്നത്. സീസൺ മുഴുവൻ ബെർണാളിന് നഷ്ടമായത് ആ അവസരത്തിൽ ടീമിന് തിരിച്ചടിയായിരുന്നു. ബെർണാൾ പെഡ്രിയോടൊപ്പം ചേർന്ന് നിയന്ത്രിക്കുന്ന മധ്യനിര അത്രയ്ക്ക് അച്ചടക്കമുള്ളതും അതേസമയം ധീരവുമായിരുന്നു. ബെർണാളിന്റെ പകരക്കാരനായി ടീമിലെത്തിയ കെസാഡോ പക്ഷേ ഒരു സിംഗിൾ പിവോട്ട് ശൈലിയുള്ള ഒരു താരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്ലിക്ക് അയാളെ പെഡ്രിയോടൊപ്പം ഡബിൾ പിവോട്ട് റോൾ നൽകി കളിപ്പിച്ചു. വയ്യഡോളിഡുമായി കളിച്ച ആദ്യ മത്സരത്തിൽ വളരെ പതുങ്ങിയായിരുന്നു കെസാഡോ സ്റ്റാർട്ട് ചെയ്തത്. തുടക്കക്കാരന്റെ എല്ലാ ജാഗ്രതയും പുലർത്തി അപകടകരമായ പാസുകൾക്ക് മുതിരാതെയും പന്തിനോട് പരമാവധി ചേർന്ന് നിന്നും അയാൾ ആ അരങ്ങേറ്റം കേമമാക്കി. കെസാഡോ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഫ്ലിക്ക് അയാളെ കൈപ്പിടിച്ച് തന്നെ നടത്തി. ടീമാകെ ഉണർന്നു കളിച്ചു വയ്യഡോളിനെ 7 ഗോളിന് മുക്കി ബാർസ മത്സരം പൂർത്തിയാക്കി. 2ാം മത്സരത്തിൽ ജിറോണക്കെതിരെ അല്പം കൂടി കടുത്ത പരീക്ഷയായിരുന്നു കെസാഡോ നേരിട്ടത്. ലാലിഗയിലെ ഏറ്റവും കടുത്ത പ്രസ്സിങ്ങിനെ തടുക്കാൻ അയാൾക്ക് ഏറെ പണിയെടുക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും തൻ്റെ ബാലപാഠങ്ങൾ മറക്കാതെ അയാൾ കൂടുതൽ ജാഗ്രതയോടെ ജിറോണയെ നേരിട്ടു. അതിൻ്റെ ഫലമായി ഈ സീസണിലെ ഏറ്റവും മികച്ച ത്രൂ ബോളുകളിൽ ഒന്നിലൂടെ പെഡ്രി ഗോൺസാലസിന്റെ മനോഹരമായ ഗോളിനും അദ്ദേഹം വഴിയൊരുക്കി. അന്ന് കോച്ചിന്റെ വിശ്വാസം ഉറപ്പിച്ച കെസാഡോക്ക് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഓരോ കളിയിലും വളർന്നു വരുന്ന പൊസിഷണൽ ജാഗ്രതയും പന്തടക്കവും ടീമിലെ സമകാലികർക്ക് പോലും കിടപിടിക്കേണ്ടി വരുന്ന കഠിനാധ്വാനവും അയാളെ ബഹുദൂരം മുന്നിലെത്തിക്കുന്നു. ടെക്നിക്കലി മികച്ചതും കായികമായി അധ്വാനിക്കുകയും ചെയ്യുന്ന താരങ്ങൾ ഒരു ടീമിന്റെ ഭാഗ്യമാണ്. കാലങ്ങളായി ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡ് ഓൾറൗണ്ടറുടെ ഭാവത്തോടെ അയാൾ തൻ്റെ സഹതാരങ്ങളെയും തൻ്റെ മേഖല മറികടന്ന് സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പ്രതിരോധാത്മക ശൈലിയുടെ വാക്താക്കളായ ഗെറ്റാഫിയോട് പെഡ്രി എന്ന താക്കോലില്ലാതെ ഒരു ടീമിനെ ഇറക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞത് അയാൾ അങ്ങനെ നേടിയെടുത്ത വിശ്വാസത്തിൻ്റെ തെളിവാണ്. അത് പൂർണ്ണമായും ശരിവെക്കും വിധം മിഡ്ഫീൽഡിനെ ഏറ്റെടുത്ത് കെസാഡോ വെട്ടിത്തിളങ്ങി. ഗ്രൗണ്ടിൽ എല്ലായിടത്തും കെസാഡോ ഓടിയെത്തുന്നു. പ്രതിരോധത്തിന് ചുമതലയുള്ള എറിക്കിനെയും കളി നയ്യാൻ നിയോഗിക്കപ്പെട്ട ടോറയെയും പഴുതുകൾ അടഞ്ഞപ്പോഴൊക്കെ ഒരു നായകനെ പോലെ കെസാഡോ രക്ഷിച്ചെടുത്തു. 1 ഗോളിന് ടീം ജയിച്ച ആ മത്സരത്തിൽ പരിചയസമ്പത്ത് കുറഞ്ഞ ആ മധ്യനിരക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. നടപ്പ് സീസണിൽ ഒരുപാട് വെല്ലുവിളികൾ വരാനുണ്ട്. മനുഷ്യരഹിതമായ ഫിക്സ്ചറുകൾ ഏതൊക്കെ താരങ്ങളെ തളർത്തുമെന്നും പറയാനാവില്ല. പക്ഷേ കെസാഡോ കാഴ്ചവെക്കുന്ന ഈ പ്രകടനം എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഗാവിയും പെഡ്രിയും അയാളോടൊപ്പം തീർക്കുന്ന പരിപൂർണമായ മധ്യനിരയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. സ്പോർട്സ് ഡെസ്ക് ഫുട്ട് ആൻഡ് ടൈം.